ശാലിനി, പതിവ് പോലെ കഴിഞ്ഞ 3 വർഷമായി ആനി സ്വന്തം വീട്ടിന്റെ മുൻപിലാണ് പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യവും വീടിന് പൊങ്കാല ഇടുന്നത്. അതിൽ ആദ്യമായി ദീപം തെളിക്കുകയാണ്. കഴിഞ്ഞ ഇപ്രാവശ്യം ചില ഷൂട്ടിങ്ങിന്റെ മുന്നൊരുക്കങ്ങളുടെ തിരക്കിലായതിനൊക്കെ ഭർത്താവ് അപ്പോ ഇപ്പൊ കൊച്ചിയിലായിരുന്നു വിളിച്ചു വരുത്തിയതാണ്. ഇത് വന്നേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും പറയാം. 15-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങും. കുറിച്ച് ആക്ച്വലി പെണ്ണുങ്ങളാണ് പറയുന്നത്. ഇത് സ്ത്രീശക്തിയുടെ ഒരു ഉത്സവമാണ്. സ്ത്രീശക്തി ഉത്സവം. അതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങൾക്കാണ് ഇതിന് പ്രാധാന്യം ഉള്ളത്. അവരാണല്ലോ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മേടിച്ച് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സഹോദരന്മാർക്ക് എല്ലാവർക്കും അവരുടെ അനുഗ്രഹം തന്നെയാണ്. വീട് അനുഗ്രഹമാണ് നമ്മുടെ പുണ്യം. അത് എനിക്ക് എന്റെ വിശ്വാസം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ഒരു എന്താ പറയാ, അമ്മ അച്ഛാലമ്മ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും സ്വന്തം അമ്മയെപ്പല്ല. അമ്മയുടെ ഒരു പിറന്നാളല്ലേ ഉത്സവത്തിന് നമ്മളെല്ലാരും ഒരുങ്ങുമല്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാ മക്കളും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും വിശ്വാസം അമ്മ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ അനുഭവങ്ങൾ. അമ്മ നമ്മൾ ചോദിക്കുമ്പോ ആ ഒരു വേദന മനസ്സിലാക്കി അറിഞ്ഞ് അമ്മ പ്രവർത്തിച്ച ഒരു അമ്മയെ പോലെ നിന്ന് അദൃശ്യത്തിൽ നിന്ന് അറിഞ്ഞു പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരു സമാധാനം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അത് തന്നെ എല്ലാവരും ഈ ഓരോ വർഷം ആരും ചിലർ ഞാൻ പറയല്ലേ, ചിലർ തളർന്നു പോകുന്നവരുണ്ട്, എന്നാലും അടുത്ത വർഷം ഭയങ്കര ഊർജ്ജത്തോടുകൂടി വരുന്നവരുണ്ട്. അപ്പൊ അതൊരു അമ്മയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ ശരിക്കും കാണുന്നത്. ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയർപ്പിക്കാനായി ജാതി മതഭേദമന്യേ നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ എത്താറുണ്ട്. രാധിക സുരേഷ്, ഗോപി, ആനി എന്നിവർ പതിവ് പോലെ വീട്ടിലും മറ്റുള്ളവർ ക്ഷേത്രമുറ്റത്തുമാണ് പൊങ്കാലയർപ്പിച്ചത്. ട്രോളർമാർ പോലും പൊങ്കാല ദിവസം ചിപ്പിയെ കണ്ടില്ലെങ്കിൽ ചോദിക്കും. പതിവ് തെറ്റിയില്ല. ഇത്തവണയും ക്ഷേത്രത്തിനടുത്താണ് ചിപ്പി പൊങ്കാല അർപ്പിച്ചത്. അതേസമയം ആനി വീട്ടിൽ തന്നെ പൊങ്കാലയൊരുക്കി. ഇത്തവണ കൂട്ടായി ഷാജി കൈലാസ് എത്തിയതിന്റെ രഹസ്യം ആനി തന്നെ പറഞ്ഞു. ശരിവെച്ച് ഷാജി കൈലാസും രംഗത്തെത്തി. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ആനി പറയുന്നത്. 25ാമത് പൊങ്കാലയാണിത് എന്നാണ് പറയുന്നത്. കോമ്പറ്റീഷൻ ഒന്നുമില്ല. അമ്മയുടെ പിറന്നാളിന് മക്കൾ ഒരുങ്ങുന്നതിന് സമാനമാണിതെന്നും ആനി പറയുന്നു. ചിപ്പിയുമായിട്ടാണോ കോമ്പറ്റീഷൻ എന്ന ചോദ്യത്തോടായിരുന്നു ആനിയുടെ മറുപടി. ഇത്തവണയും സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. എല്ലാ തവണയും പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തനിക്കറിയുന്ന വിഭവങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ടെന്നും ആനി പറഞ്ഞു.